കാക്കൂരിൽ കൊയ്ത്തുപാടത്ത് കനാൽ വെള്ളമെത്തിയതോടെ നെല്ലും വൈക്കോലും നശിച്ചു പോവുകയാണ്. വൈക്കോലിന് വില വർദ്ധിച്ച സമയത്താണ് പാടം വെള്ളം കയറി നശിക്കുന്നത്. വെള്ളമൊഴുക്ക് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല എന്ന് കർഷകർ പറയുന്നു. കൊയ്ത്ത് നടക്കുന്ന കാക്കൂർ പാടശേഖരത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ കനാൽ വെള്ളമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. വിളവെടുപ്പ് നടക്കുന്ന പാടശേഖരത്തിലേക്കാണ് വെള്ളം ഒഴുകിയെത്തിയത്. കൊയ്ത്ത് കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് കെട്ടുകളാക്കാനായി നിരത്തിയിട്ടിരുന്ന വൈക്കോലുകളും വെള്ളത്തിലായി. കർഷകരുടെ നേതൃത്വത്തിൽ വെള്ളം പാടത്തേക്ക് എത്തുന്നത് തടയാനുള്ള ശ്രമം തുടരുകയാണ്. കനാലിൽ കൂടി വെള്ളം തുറന്നുവിടാൻ തുടങ്ങിയിട്ട് 2 ദിവസങ്ങളായി. കൊയ്ത്ത് നടക്കുന്നതിനാൽ കനാലിൽ വെള്ളം ഒഴുക്കുന്നത് നിർത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടികളുണ്ടായില്ല. വൈക്കോലിന് വില വർദ്ധിച്ച സമയത്ത് വെള്ളം കയറി നശിക്കുന്നത് നെൽകൃഷി കൂടുതൽ നഷ്ടത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഞങ്ങൾ 25-ാം തീയതി മുതൽ ഇവരോട് ആവശ്യപ്പെടുന്നതാണ്. കണ്ടം കൊയ്യാൻ കിടക്കുകയാണ്. കനാല് വെള്ളം 2 ദിവസം സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേശ്ശെ വിടുകയൊക്കെ ചെയ്യാനായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കൃഷി നശിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളം തുറന്നുവിടുന്നത് നിർത്താൻ നിർദ്ദേശം നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു. രാമമംഗലം ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നതിനാലാണ് കനാലിൽ കൂടി വെള്ളം തുറന്നുവിട്ടതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.